ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. തത്ത എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കിച്ചുമോൾ എണീറ്റതാ പുറത്തിറങ്ങി മുടിയൊക്കെ കെട്ടി വയ്ക്കുകയാണ്. അവളുടെ ഫ്രണ്ടും കൂടെ റണ്ണിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നിട്ട് മുടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പിന്നെ ലൂക്കാച്ചനെ രാവിലെ ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ തന്നെ അവനെ അവിടെ നിന്ന് പുറത്തേക്കൊന്ന് കെട്ടുട്ടോ. മഴ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം അവിടെ വർക്ക് ഏരിയൻ്റെ അവിടെ കുറച്ച് നേരം ഇറക്കും. പിന്നെ അതല്ലെങ്കിൽ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ കൊടുന്ന് കെട്ടും. അപ്പോൾ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തത്ത എണീറ്റിട്ടില്ല. കിച്ചുമോൾ ഓടാനൊക്കെ പോയി വന്നത്. കിച്ചുമോൾ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. കുളിക്കാൻ മടിച്ചിട്ട് ഇല്ല. എന്നും ആദ്യം തലേ ദിവസം പ്ലാൻ പറയുമ്പോൾ ഉണ്ടെന്ന് പറയും. പിന്നെ രാവിലത്തെ കുളിക്കാനുള്ള മടി ആലോചിച്ചാൽ പറയും ഞാനില്ല അമ്മ എന്ന് പറയും. അപ്പം പിന്നെ ഓരോ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പോകുന്നു കേട്ടോ. പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതാണ് ഇത് ഇങ്ങനെ മുടിയൊക്കെ ഇരിക്കണത്. കുളിയൊക്കെ കഴിഞ്ഞു. കിച്ചുമോൾ രാവിലെ എന്നോട് പറഞ്ഞു, രാവിലെ അല്ല ഇന്നലെ തലേ ദിവസം നമ്മൾ പറയുമല്ലോ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോവല്ലേ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ തലേ ദിവസം എന്നും അവിടെ ഉണ്ടാവും. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മടിയാവും. കാരണം ആ കുളിക്കാൻ മടിച്ചിട്ട് കുളി തല നനയ്ക്കണമല്ലോ അതിന് മടിച്ചിട്ട്. അപ്പോൾ അവിടെ എണീറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എണീറ്റിട്ട് അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റണ്ണിങ്ങിന് പോയതായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി ഞാൻ പോവുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കാണിക്കേ. ബൈ. പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് റൈസ് കുക്കറിൽ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ചോറ് അതായത് തിളപ്പിച്ചിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരം വൈകിയാലും ലൂക്കയ്ക്ക് രാവിലെ ബ്രെഡും പാലൊക്കെയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചൂട് ചോറും പിന്നെ തൈര് ഒഴിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കണത്. അപ്പോൾ ഞാൻ വന്നിട്ട് അമ്പലത്തിൽ നിന്ന് വന്നാൽ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പോൾ നേരം വൈകുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ റൈസ് അങ്ങനെ തിളപ്പിച്ചിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഷൻ കടയിലത്തെ അരിയും കൂടിയാണല്ലോ. വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പായസമാകും. കുറച്ച് ശർക്കര ഇട്ടാൽ മാത്രം മതിയാവും. പിന്നെ അപ്പോഴാണ് അതിൻ്റെ ഓർമ്മ. റെഡി ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ ഓർമ്മയായി. അതിൽ പിന്നെ വേഗം തന്നെ അത് ഊറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് ഒന്ന് ലേറ്റായിപ്പോയത്. പിന്നെ കുറച്ച് വൈകി തന്നെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. 6:45 ആവാനായപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. മനഃപൂർവ്വം വൈകിയത് തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും കൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെല്ലാവരും തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമുക്ക് എന്താ പറയുക ഫ്രീ ആവുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കമൻറ്റൊന്നും വിടാൻ സമയം കിട്ടിയൊന്നും വരില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചെമ്മന്തട്ട അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായിട്ടോ. എനിക്കൊന്നും ഇവിടേക്ക് ഞങ്ങൾ താമസം മാറിയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. 5ാമത്തെ മാസം ആവാനായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. മാസങ്ങൾ എത്ര പെട്ടെന്നാണ് പോകണല്ലേ. 5 മാസം ആവാനെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. വന്നിട്ട് അധികം ആവാത്ത പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മാസം നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ ആയി എന്നുള്ളൊരിതും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയേ. അപ്പോൾ അമ്പലത്തിനകത്തത്തെ വീഡിയോസൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ പുറത്തുള്ളതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുഴ കാണാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ്.
ഭഗവതിയെ ശരണമായി പ്രാർത്ഥിച്ചേൻ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വിശന്നിട്ട് വയ്യ, 9:30 ആയിട്ടുണ്ട്. ഞാൻ ആദ്യം അമ്പലത്തിൽ നടന്ന പായസം കുടിക്കട്ടെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുടിച്ചിട്ടുള്ളൂ ഇനി ബാക്കി പരിപാടികൾ നമുക്ക്. ഓക്കെ, രണ്ടെണ്ണം അവിടെ മതിലിൻ്റെ മുകളിലിരുന്ന് ഭയങ്കര വർത്താനാണ്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.